ഹായ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോളൂ. ഒക്കൽ എന്ന ശാന്തസുന്ദരമായ ഗ്രാമപ്രദേശം ആദിശങ്കരൻ്റെ ജന്മസ്ഥലമായ കാലടിയുടെ അടുത്ത് പെരിയാറിൻ്റെ തീരത്താണ് കാലടി എന്ന ഈ സ്ഥലം. ഇതിൽ ഈസ്റ്റ് ഒക്കൽ എന്നറിയപ്പെടുന്ന സ്ഥലത്തിലാണ് എൻ്റെ വീടിരിക്കുന്നത്. മനസ്സിലായോ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? യെസ്, ഞാനൊരു ചെറിയ എന്താ പറയുക എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഒരു വല്ലാതെ എന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പോകെ പോകെ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അച്ഛൻ്റെ അച്ഛൻ വാങ്ങിയ സ്ഥലത്താണ് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ വീട്. ഈ വീടിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അച്ഛന് സർക്കാർ ജോലി കിട്ടിയതിനാൽ പുഷ്ടി പ്രാപിച്ചതാണ് എൻ്റെ വീട്. എങ്ങനെയെന്നാൽ ആ കഥ താഴെ പറയും വിധം. വല്യമ്മച്ചി, അച്ഛൻ്റെ അമ്മയെ ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുക. നാട്ടുകാരെല്ലാം ആശാത്തി എന്ന് വിളിക്കും. കാരണം അന്നത്തെ കാലത്ത് കൊച്ചുകുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നവരെല്ലാം ആശാൻ, ആശാത്തി എന്നാണ് പുരുഷലിംഗത്തിലും സ്ത്രീലിംഗത്തിലും വിളിക്കപ്പെട്ടിരുന്നത്. വലിയമ്മച്ചി 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. നല്ല പോലെ മലയാളം എഴുതുകയും വായിക്കുകയും ചെയ്യും. തത്തപ്പിത്ത സംസാരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അക്ഷരമാല ചൊല്ലിക്കൊടുക്കുവാൻ വേണ്ടുന്ന അറിവ് ധാരാളം. പക്ഷേ 5 മുതൽ 6 വയസ്സ് വരെയുള്ള കിടാങ്ങൾ അക്ഷരം പഠിക്കാൻ മാത്രമല്ല വരുന്നത്. പറമ്പിൽ വീഴുന്ന കശുമാങ്ങയെല്ലാം പെറുക്കി അതിൻ്റെ ചാറ് ഊറ്റി കുടിച്ചും വലിയമ്മച്ചി കൊടുക്കുന്ന ചക്കപ്പുഴുക്ക് കഴിച്ചും ആ ചില കുഞ്ഞുങ്ങൾ വിശപ്പാറ്റിയിരുന്നത്. അത്രയും ദരിദ്രരായ ആ വിദ്യാർത്ഥികൾ ഫീസ് കൊടുത്ത് പഠിക്കുമെന്ന് സങ്കല്പിക്കാനേ വയ്യ. അപ്പോൾ എന്തായിരുന്നു വല്യമ്മച്ചി എന്ന ആശാട്ടി ചെയ്തുകൊണ്ടിരുന്നത്? സാമൂഹ്യ സേവനമെന്ന് വളരെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു ശാഖയില്ലേ ഇന്നത്തെ ചിന്താവിഷയം എന്ന പേരിൽ പിൽക്കാലത്ത് പത്രമാസികകൾ മത്സരിച്ച് സംഘടിപ്പിച്ചിരുന്ന സിംബോസിയങ്ങളുടെ കാതലായ ചർച്ചാ വിഷയമല്ലേ എൻ്റെ വല്യമ്മച്ചി നിശബ്ദമായി ചെയ്തിരുന്നത്? വലിയമ്മച്ചിയുടെ കുടിപ്പള്ളിക്കൂടം എനിക്ക് കേട്ടറിവാണ്. ആശാട്ടി എന്ന ആളുകളുടെ വിളിപ്പേരിൻ്റെ ഉറവിടം അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണിത്. അന്നെല്ലാം ഞങ്ങളുടെ പറമ്പിൽ നിറയെ പ്ലാവും കശുമാവും തെങ്ങിൻ തൈകളുമായിരുന്നു. അമ്മ വധുവായി എത്തിയതാണ് അടുത്ത വഴിത്തിരിവ്. ആശ ടീച്ചർ അല്ലെങ്കിൽ ആശേച്ചി എന്നാണ് അമ്മ അറിയപ്പെട്ടിരുന്നത്. പഴയ കാലത്തെ ശ്രീവിദ്യയെപ്പോലെ വിടർന്ന കണ്ണുകളുള്ള എൻ്റെ അമ്മ അച്ഛൻ്റെ ഭാര്യയായി അല്ലെങ്കിൽ വലിയമ്മച്ചിയുടെ മരുമകളായി വരുന്നു. വീട്ടിലെ മറ്റു പ്രജകളെ പരിചയപ്പെടുത്തട്ടെ. അച്ഛൻ്റെ വല്ലപ്പോഴും വരുന്ന ഇളയ സഹോദരൻ, 2 ഇളയ സഹോദരിമാർ, സരുവാൻ്റിയും എൻ്റെ പ്രിയപ്പെട്ട ശാന്താൻ്റിയും. പിന്നെ അച്ഛൻ വീട് പുതുക്കി പണിതതിന് ശേഷമായിരുന്നു അച്ഛൻ്റെ വിവാഹം. ഞങ്ങളുടെ പഴയ വീട് മുൻഭാഗമെല്ലാം ടെറസിട്ട് വരാന്തയും 3 മുറികളും പഴയ വീടിനോടനുബന്ധിച്ചാണ് ഇത്രയും ഉണ്ടാക്കിയിരിക്കുന്നത്. അമ്മയുടെ ജഗജില്ലി ശിങ്കങ്ങളായ ആങ്ങളമാർക്ക് അച്ഛനെ നല്ല ബോധിച്ചു. കുറച്ച് തടിയുണ്ടെങ്കിലും സുമുഖനായിരുന്നു എൻ്റെ അച്ഛൻ. അമ്മയും ബ്യൂട്ടി പാർലറൊന്നും ഇല്ലാത്ത അക്കാലത്ത് തന്നെ അതിസുന്ദരി എന്ന് വിളിക്കാം. കൈനിറിയ സ്വർണ്ണവളകളും അണിഞ്ഞ് അമ്മ തേച്ച് വടിവൊപ്പിച്ച കോട്ടൺ സാരിയും ഉടുത്ത് സ്കൂളിൽ പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ശൈലാണ്. ഇതിനെല്ലാം പുറമെ പറയേണ്ടതെന്നാൽ അമ്മയ്ക്ക് വീട്ടിൽ ഒരു ജോലിയും ചെയ്യണ്ട. 2 നാത്തൂന്മാരും അമ്മായി അമ്മയും അടുക്കള വശം അമ്മയെ കാണിക്കാറില്ല. അമ്മ അങ്ങനെ സസുഖം വാഴ്ന്നു വരുമ്പോഴാണ് ഞാൻ വരുന്നത്. അയൽപക്കക്കാരെല്ലാം മനസ്സിൽ കുറിച്ചിട്ടു, കുഞ്ഞ് അതിമനോഹരിയായിരിക്കും അല്ലെങ്കിൽ മനോഹരൻ ആയിരിക്കും. അങ്ങനെ അമ്മ പ്രസവിക്കുന്നു ഈ എന്നെ. ആദ്യ നാളുകളിൽ വെളുത്തതാണെന്ന് അമ്മ ധരിച്ചുവത്രേ. പിന്നെ ഞാൻ ചുവക്കാൻ തുടങ്ങി. ചുവന്ന് പിന്നെ ഇരുനിറമായി, മെല്ലെ കറുപ്പ് രാശിയായി. അമ്മ നടുവീർപ്പിട്ടതിന് കണക്കില്ല. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം അതിശയമായി. ഇതെന്താ കഥ? പാവം നാട്ടുകാർക്ക് ക്രോമസോം തിയറിയും ജനറ്റിക്സും ഒന്നും അറിയില്ലല്ലോ. പാവങ്ങൾ ഒന്ന് അമർത്തി ചിന്തിച്ചാൽ പിടികിട്ടാവുന്നതേ ഉള്ളൂ ഞാൻ എന്തേ കാർവർണ്ണയായതെന്ന്. കാരണം എൻ്റെ അമ്മയുടെ അച്ഛനും കാർവർണ്ണനാണ്. പക്ഷെ നാട്ടുകാർ അമ്മയുടെ അച്ഛനെ കണ്ടിട്ടില്ല. അദ്ദേഹം വൈപ്പിൻകാരനല്ലേ. ഈ കിഴക്കൻ പ്രദേശത്ത് 1 or 2 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. അതിനാൽ ഞാൻ അവരെ വെറുതെ വിടുന്നു. പക്ഷേ അമ്മയുടെ ചേച്ചിമാർ മൂക്കത്ത് വിരൽ വയ്ക്കുന്നത് എനിക്കറിയാൻ വയ്യ. അവരുടെ വിവരമില്ലായ്മ, ജനറ്റിക്സും അറിയത്തില്ല പാവങ്ങൾ. അവരെയും ഞാൻ വെറുതെ വിടുന്നു. പക്ഷേ മഹേന്ദ്രൻ അമ്മാവൻ എന്നെ കാണുമ്പോഴെല്ലാം പറയും, അമ്മയുടെ ബ്രദറാണ്. വെളുപ്പ് ചുവപ്പായതും ചുവപ്പ് കാർവർണ്ണമായതും
എല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ അമ്മാവനെ ഞാൻ വെറുതെ വിടുന്നു. കാരണം പിൽക്കാലത്ത് അമ്മാവൻ്റെ മകളുടെ വിവാഹത്തിന് വിളക്ക് ഞാൻ എടുക്കണം, നീ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണെന്ന് പറഞ്ഞതിന് എൻ്റെ അമ്മാവൻ ഇപ്പോഴും ലോകത്തില്ല. ഞാൻ ഇനിയും എഴുതാം അമ്മാവനെ പറ്റി, ഇപ്പോഴല്ല. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ അമ്മയുടെ ഭരണപരിഷ്കാരങ്ങളെ പറ്റിയാണ്. 2 നാത്തൂന്മാരും വിവാഹിതരായി. ഇടയ്ക്കിടെ വരാറുള്ള കൃഷ്ണൻ ചാച്ചൻ TV എന്ന മഹാരോഗം ബാധിച്ച് മരിച്ചു. അമ്മയുടെ പ്രജകൾ വല്യമ്മച്ചി, ഞാൻ, അച്ഛൻ, ആകേശൂട്ടൻ. പാവം, അവന് 2 വയസ്സേ ഉള്ളൂ അപ്പോൾ. പിന്നെ പറമ്പിൽ നിന്നിരുന്ന മാവ്, പ്ലാവ് ഓരോ ആഴ്ചയും ഓരോ കശുമാവും വിട പറയും. ആ സ്ഥലത്ത് അമ്മ ഇഞ്ചിയും മഞ്ഞളും നടും. വലിയമ്മച്ചി ശക്തമായി പിന്തുണയ്ക്കും. പിന്നെ പതുക്കെ ഞങ്ങളുടെ വേനലിൽ വരണ്ട് വറ്റിക്കിടന്നിരുന്ന കിണർ വറ്റാതെയായി. അമ്മ അതിനാൽ ഭരണപരിഷ്കാരങ്ങൾ തീവ്രമാക്കി. പറമ്പിൽ നിറയെ ജാതി നട്ടു. എന്നിട്ട് 10 വയസ്സുകാരിയായ ഈ കൃഷ്ണവർണ്ണയെയും എലുമ്പൂസായ 4.5 വയസ്സുകാരനെയും കൊണ്ട് വെള്ളം ഒഴിപ്പിക്കും. എന്നിട്ട് പറയും, അച്ഛൻ പെൻഷൻ പറ്റിയാ നമുക്ക് പൈസ വേണ്ടേ മക്കളെ, അതുകൊണ്ട് ഇതെല്ലാം ചെയ്യണം. വരുംകാല ദാരിദ്ര്യ ഭയത്താൽ ഞാൻ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജാതി മരങ്ങൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. ഇതിനിടയിൽ വലിയമ്മച്ചി അടുക്കളയിൽ എല്ലാം ഒഴുക്കി വയ്ക്കുമായിരുന്നു. വിട്ടുപോയി. പുട്ടുകുടത്തിലാണ് മോൻ വെള്ളം ഒഴിക്കുക. പുകച്ചുവയുള്ള ഓട്ടടയും അല്ല വേറെന്തോ കൂടെയുണ്ട്. അപ്പോൾ അമ്മ പറയും, അണ്ണാറക്കണ്ണനും തന്നാലായത്. എന്നിട്ട് ആ അണ്ണാറക്കണ്ണൻ്റെ കഥയും പറഞ്ഞു തരും ഞങ്ങൾക്ക്. രാമായണത്തിലുള്ള കഥയില്ലേ അത്. വല്യമ്മച്ചി ഓട്ടടയും പിടിയും കനലിൽ ചുട്ട ഏത്തപ്പഴവും കശുവണ്ടിയും എല്ലാം ഉണ്ടാക്കി വയ്ക്കും. മഴ ആരംഭിച്ചാൽ മുള വന്ന് കശുവണ്ടിയുടെ വറുത്തരച്ച കറിയും ചിലപ്പോൾ അണ്ടിച്ചമ്മന്തിയും എല്ലാം ഉണ്ടാകും. അന്നൊക്കെ വിഷുവിനും ഓണത്തിനും മാത്രമേ പാപ്പു മാപ്പിള ചന്തയിൽ പോവുകയുള്ളൂ. പെരുമ്പാവൂരിലെ ചന്തയിൽ പോയി ഒരു ചാക്കിൽ ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം വാങ്ങിക്കൊണ്ടുവരും. നമ്മുടെ നാട്ടിൽ വിളയാത്ത ക്യാരറ്റും ബീട്രൂട്ടും മുട്ടക്കോസും ബീൻസും സവാളയും ഉരുളനും അതിഥികളായെത്തും. കുറേ നാൾ മുമ്പ് എഴുതിയതാട്ടോ, എന്നാലും ഞാൻ വിചാരിച്ചു മൊത്തം അങ്ങ് എഴുതാം. ഓണനാളിൽ താളും വായിക്കാം. ഓണനാളിൽ താളും മുരിങ്ങക്കായും ചേനയും ഫാഷനബിൾ വെജിറ്റബിൾസിനൊപ്പം സാമ്പാറിൽ അണിനിരക്കും. പിന്നെയും ഓണവും വിഷുവും വന്നുകൊണ്ടേയിരുന്നു. പറമ്പിൽ ജാതി മരങ്ങൾ ഊർജ്ജസ്വലരായിക്കൊണ്ടേയിരുന്നു. എൻ്റെ 13ാമത്തെ പിറന്നാൾ കഴിഞ്ഞപ്പോൾ ഉഷാൻ്റിയും പ്രകാശമ്മാവനും, പ്രകാശമ്മാവൻ അമ്മയുടെ ഇളയ ആങ്ങളെയാണ്, വന്നിരുന്നു. ഞങ്ങൾ കറി ഉണ്ടാക്കി. കോഴി വലിയമ്മച്ചി തന്നെയാണ് കോഴിയെ വൃത്തിയാക്കുന്നതും അതിനെ ചുട്ട്, അത് പറയാൻ പാടില്ല എന്നോട്, വേണ്ട പറയണ്ട. കോഴിയെ വൃത്തിയാക്കുന്നതും. ഊണ് കഴിച്ചപ്പോൾ വലിയമ്മച്ചിയുടെ തൊണ്ടയിൽ ഒരു എല്ല് കുടുങ്ങി. അതങ്ങട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഒരൊറ്റ നിൽപ്പ്. ശ്വാസം എടുക്കാൻ പ്രയാസമായി തുടങ്ങി. ഞാൻ അന്ന് ഫോണുള്ളത് അഗസ്റ്റിൻകുട്ടി മാപ്പിളയുടെ വീട്ടിലാണ്. അങ്ങോട്ടേക്ക് ഓടി. ടൗണിലെ ടാക്സി കിട്ടും, അല്ലെങ്കിൽ നാരായണൻ ചേട്ടൻ്റെ ടാക്സി, അത് വിളിക്കണം. ഓടിപ്പോയി ജോയ് ചേട്ടൻ്റെ സഹായത്തോടെ ടാക്സി വരുത്തി. ഞങ്ങളുടെ നെയ്ബേഴ്സാണ്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, എന്താ മോളെ എന്ന് ജോയ് ചേട്ടൻ ചോദിച്ചത്. കരഞ്ഞുകൊണ്ട് വാക്ക് കിട്ടാതെ ഞാൻ വിഷമിച്ച് പറയുന്നതും എൻ്റെ വലിയമ്മച്ചി എന്ന് പറഞ്ഞ് എൻ്റെ തൊണ്ടയിൽ വാക്കുകൾ കുടുങ്ങുന്നതും എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എല്ലാം തകിടം മറിഞ്ഞു. ഞങ്ങൾക്ക് ജാതി മരങ്ങളെപ്പറ്റി ഓർക്കാൻ നേരമില്ലാതെയായി. അമ്മയും അച്ഛനും ആൻറ്റിമാരും എല്ലാവരും വലിയമ്മച്ചിയെ പരിചരിക്കാൻ ഓടി നടന്നു. വലിയമ്മച്ചിയുടെ തൊണ്ടയിൽ എന്തോ അസാധാരണമായി കണ്ടിരിക്കുന്നു. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് എല്ല് കുത്തിയതിനാലുള്ള നീർവീർക്കമായിരിക്കുമെന്ന്. അത് മാറാ രോഗമാണെന്ന് ശരിക്കും പരിശോധനയിൽ ശാന്ത ഡോക്ടർ പറഞ്ഞു. തിരുവനന്തപുരം ചിത്തിര ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. പക്ഷേ അവിടെ നിന്ന് ചിത്തിര ഹോസ്പിറ്റലിലല്ല പോയത്, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് റെഫർ ചെയ്തത്. വലിയമ്മച്ചിക്ക് ക്യാൻസർ ആണെന്ന് അന്ന് അറിയുന്നു. അത് അഡ്വാൻസ്ഡ് സ്റ്റേജിൽ എത്തിയിരിക്കുന്നു. ഇനി ഒന്നും ചെയ്യാനില്ല. അന്നത്തെ ഡോക്ടേഴ്സിൻ്റെ എത്തിക്സിനാൽ ഒരു പാവം വയോധിക കത്തിമുനയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്നായിരുന്നെങ്കിൽ ആ പാവത്തിൻ്റെ തൊണ്ട കീറി മുറിച്ച് കോടികൾ വിലയുള്ള യന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ച് പിന്നെയും ഇല്ലാത്ത ആയുസ് നീട്ടാനാവാതെ, ഞങ്ങളെ കാണാനാവാതെ ആ തണുത്ത് വിറഞ്ഞ് ICUയിൽ കിടന്ന് എൻ്റെ വല്യമ്മച്ചിക്ക് പോകേണ്ടി വരുമായിരുന്നു. ഇതിനോടകം ആശാട്ടിയുടെ രോഗവിവരം നാട്ടിൽ പടർന്നു. ഓരോരുത്തരും വലിയമ്മച്ചിയെ കാണാനെത്തി. നല്ല ഉയരവും നിറവും അതിന് തക്ക വണ്ണവും ഉണ്ടായിരുന്ന വല്യമ്മച്ചി മെലിഞ്ഞുണങ്ങി തുടങ്ങിയിരുന്നു. പക്ഷേ നിറം നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. ഞാൻ ടൈം ടേബിൾ എഴുതി വെച്ചാണ് വലിയമ്മച്ചിക്ക് ലാക്ടജൻ, ഓറഞ്ച് ജ്യൂസ്,
പ്രോട്ടീൻ എക്സ് മുതലായവ കൊടുക്കുന്നത്. ഖരപദാർത്ഥങ്ങൾ ഒന്നും തന്നെ കഴിക്കാൻ പറ്റില്ല. അതിനാൽ ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണ് ഇതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. കിടക്കാനും നടക്കാനും വയ്യ, ഇരുന്നുറങ്ങും. എന്നാലും വീട്ടിൽ സൗഖ്യമന്വേഷണത്തിനെത്തുന്നവരോടെല്ലാം ആംഗ്യവിക്ഷേപത്തിലൂടെ സംസാരിക്കും. വോയിസ് നേർത്തില്ലാതായിരുന്നു. ഈ ദുരിത നാളുകളിലൊന്നിൽ വലിയമ്മച്ചി തീരെ വയ്യെന്നായപ്പോൾ അച്ഛനും അമ്മയും പിന്നെയും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. അവിടെ വലിയമ്മച്ചിയെ അഡ്മിറ്റായി. ഏപ്രിൽ മാസമാണ്. മോൻ വലിയമ്മയുടെ വീട്ടിൽ വെക്കേഷന് പോയി. ഞാനും സരുവാൻ്റിയും വീട്ടിൽ, അമ്മയും ശാന്താൻ്റിയും ഹോസ്പിറ്റലിൽ. ഒരു ദിവസം വലിയമ്മച്ചി പറഞ്ഞു, മോളെ കാണണം. ഞാനും സരുവാൻ്റിയും അവിടെ ചെന്നപ്പോൾ വലിയമ്മച്ചി എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോൾ ഇന്ന് പോവണ്ട, ഇവിടെ നിൽക്ക്. ഞാനും സന്തോഷത്തോടെ വലിയമ്മച്ചിയുടെ അടുത്തിരുന്നു. ഞാൻ 9 നിന്ന് 10ലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് ഡോക്ടേഴ്സിനെ കാണിച്ച് പറഞ്ഞു, നോക്ക് മോളും ഡോക്ടറാവണം. പിന്നെ കുറച്ച് നേരം ഉറങ്ങി. രാത്രി 2 മണിയോടെ സരുവാൻ്റി കിടന്നുറങ്ങി. ഞാൻ പിന്നെയും വെല്ലുമിച്ചിയുടെ അടുത്തിരുന്നു. 3 മണിയായി കാണും. വെല്ലുമിച്ചിയുടെ കണ്ഠനാളത്തിൽ നിന്നും ഒരു വിചിത്ര ശബ്ദം വരുവാൻ തുടങ്ങി. ശ്വാസം വലിക്കാൻ പ്രയാസം പോലെ. വെല്ലുമിച്ചി പറഞ്ഞു, മോളെ അമ്മയെ വിളിക്കൂ. ഞാൻ പറഞ്ഞു, അമ്മ ഇവിടെ ഇല്ലല്ലോ, സരുവാൻ്റിയെ വിളിക്കട്ടെ. സരുവാൻ്റി ചാടി എണീറ്റ് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ വലിയമ്മച്ചി എൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്ന് ഉറങ്ങുന്നു. വലിയമ്മച്ചിയെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ അനങ്ങാതെ ഇരിക്കുകയാണ് കരഞ്ഞുകൊണ്ട്. പക്ഷേ ഞാൻ രാമരാമ ജപിച്ചുകൊണ്ടേയിരുന്നു. ചെറിയ കുട്ടിയാണ്, എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. വലിയമ്മച്ചി മരണപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായത് ആൻറ്റി അലറി വിളിച്ചപ്പോഴാണ്. വലിയമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ അസ്ത്രപ്രജ്ഞയായിരുന്നു പോയി. കണ്ണീർ ചാലിലൂടെ അവ്യക്തമായ കാഴ്ചകൾ. ഡോക്ടറും നഴ്സുമാരും വരുന്നു. കൺപീലികൾ മൂടുന്നു. എൻ്റെ തോളിൽ നിന്നും വലിയമ്മച്ചിയെ എടുത്ത് അവർ നിവർത്തിക്കിടത്തുന്നു. പിന്നീട് അച്ഛൻ വരുന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അമ്മേ എനിക്കിനി ആരുമില്ല. എൻ്റെ അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ച് പറയാണ്, അച്ഛൻ ഇനി അനാഥനായി മോളെ. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ? 14കാരി പറയുന്നു, അച്ഛ കരയല്ലേ, ഞാനുണ്ട്, മോനുണ്ട്, അമ്മയുണ്ട്, അച്ഛൻ കരയല്ലേ. ഞങ്ങളുടെ വീട്ടിലേക്ക് ആംബുലൻസിൽ വലിയമ്മച്ചിയുടെ ശരീരം വരുന്നു. അന്തരീക്ഷം ആകെ മാറിയതുപോലെ. അങ്ങനെ ഒരു മാവ് കൂടി മുറിഞ്ഞു വീണു. ജാതി മരങ്ങൾ വെള്ളം കിട്ടാതെ പിടഞ്ഞു നിന്നിരുന്നു. വലിയമ്മച്ചിയുടെ ചിതയൊരുങ്ങി. അവിടെ കറുത്ത പുകച്ചുരലുകളായി ആകാശത്തേക്ക്. എൻ്റെ വലിയമ്മച്ചി. എൻ്റെ വരികൾ ഇനിയും തുടരും. ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. അമ്മയുടെ ഭരണപരിഷ്കാരങ്ങളായിരുന്നു പിന്നീട്. എൻ്റെ നാവിലിപ്പോഴും എനിക്ക് വായിക്കാനേ പറ്റുന്നില്ല, അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയോട്. എൻ്റെ നാവിലിപ്പോഴും പുകച്ചുവയുള്ള ചായയുടെ രുചി വരാറുണ്ട്. കശുവണ്ടി ചുട്ടതിൻ്റെ മണം വരാറുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ അമ്മ, എൻ്റെ വലിയമ്മച്ചി എന്ന അച്ഛമ്മയുടെ സ്നേഹത്തലോടലില്ലാതെ അവയ്ക്കൊന്നും രുചി പോരാ. ക്ഷമിക്കൂട്ട. ജാതി എനിക്ക് ഭയങ്കര വികാരം തള്ളിച്ച. ജാതി മരങ്ങൾ ഉയർത്തെഴുന്നേറ്റു, കൂടെ ഞങ്ങളും. പക്ഷേ ഞാൻ വെളുത്ത കോട്ടല്ല ധരിച്ചത്, കറുപ്പ് കോട്ടാണ് കിട്ടിയത് വെച്ച് തൃപ്തിപ്പെടുന്നു. പക്ഷെ അതിൽ ഞാൻ മിടുക്കിയായി. ഞാൻ എന്നും ഓർക്കുമായിരുന്നു വല്യമ്മച്ചിയെ. അമ്മ പറഞ്ഞ പോലെ ഒരു പ്രതിസന്ധിയിൽ ജാതി മരങ്ങൾ ഞങ്ങൾക്ക് തുണയായി. ആശാട്ടിയിൽ നിന്ന് ആശേച്ചിയിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നാട്ടുകാരും അക്സെപ്റ്റ് ചെയ്തു. എന്താണ് ഇത്? ഞങ്ങളുടെ വീട്ടിലെ ഒരു കൊച്ചു കഥയാണ് കേട്ടോ. അത്ര നല്ലൊരു സാത്വികമായിട്ടുള്ള അമ്മയായിരുന്നു, അമ്മായിയമ്മയുമായിരുന്നു എൻ്റെ അമ്മയ്ക്ക്, അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ ഇതിൽ പറയുന്നില്ലേ അമ്മായിയമ്മമാരെ പറ്റി. ഇന്നും ഇന്നലെയൊക്കെ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഈ എഴുതി വെച്ചിരുന്ന ബുക്ക് എടുത്ത് വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകായിരുന്നു. ഞാനിത് അമ്മയ്ക്ക് വായിക്കാൻ കൊടുക്കുമ്പോൾ, എൻ്റെ അമ്മയ്ക്ക് വായിക്കാൻ കൊടുത്താൽ പോലും അമ്മ എപ്പോഴും കരയും. ഞാനിത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നല്ല അമ്മമാരാകൂ. നല്ല മദർ ഇൻ ലോസ് ആകാൻ നല്ല അമ്മമാർക്കാണ് സാധിക്കുക.
പെൺകുട്ടികളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും ഇതൊക്കെ ഉണ്ടാവുന്നേ. ചെറിയ കുട്ടികളല്ലേ കല്യാണം കഴിച്ച് വരുമ്പോൾ, അവരെ വിഷമിപ്പിക്കരുത്. നമ്മുടെ മകൻ്റെ ബെറ്റർ ഹാഫായിട്ട് വരുന്നതല്ലേ, നമ്മുടെ മകൻ്റെ ജീവിതം അങ്ങനെയല്ലേ കൊണ്ടുനടക്കുക. ജീവിതത്തിൻ്റെ വഴികളിൽ ചിലപ്പോൾ അവർ തമ്മിലൊക്കെ ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടായെന്നിരിക്കും. നമ്മൾ അതിനകത്ത് ഒരു ഇടനില നിന്ന് അത് മകൻ്റെ പക്ഷം പിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാതെ അവർ തമ്മിൽ അത് സോർട്ട് ചെയ്യാനൊക്കെ വിട്ടുകൊടുക്കണം കേട്ടോ. ഇതൊരു ഉപദേശമായിട്ടൊന്നും കാണരുത്. ഈ അമ്മ വലിയ പഠിപ്പൊന്നുമില്ലാത്ത അമ്മയല്ലേ, ഞാനിപ്പോൾ പറഞ്ഞ അമ്മ. ഇത്ര നന്നായിട്ടാണെന്നറിയോ ആ കുടുംബം കൊണ്ടുപോയിരുന്നത്. ഒരു വിധത്തിലുള്ള ആർഭാടങ്ങളോ, എന്നാൽ നല്ല പോലെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതെല്ലാം കരുതി വെച്ചിട്ട് പോയ ഒരു അമ്മയും അച്ഛനുമായിരുന്നു അവർ. അപ്പൂപ്പൻ പിന്നെ ഒരുപാട് വയസ്സായിരുന്നു, മരിച്ചുപോയി. ആ അമ്മയുടെ ആ സ്ഥിരോത്സാഹം, അതാണ് ഞാൻ ഈ കഥ വായിച്ചത് കേട്ടോ. എല്ലാവരും കേൾക്കണേ, ലാസ്റ്റ് വരെ കേട്ടാലാണ് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി വരുള്ളൂ. ഇത് ഞാൻ എപ്പോൾ എടുത്ത് വായിച്ചാലും, ഞാൻ ഓഫ് ആയിട്ട് ക്യാമറയുടെ മുമ്പിലല്ലെങ്കിൽ പോലും ഞാനിരുന്ന് വായിച്ചാലും ഇതിനെ കേൾപ്പിക്കുമ്പോഴും ഞാൻ കരയും. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കേൾപ്പിക്കും. എനിക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ, എനിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു വിഷമം, അത് പ്രത്യേകിച്ച് ഇൻലോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ് ഈ സ്വാധിയെ. ഈ വല്യമ്മ എന്ന് പറഞ്ഞാൽ, വല്യമ്മ പറയണ അച്ഛമ്മയാണ് കേട്ടോ. അച്ഛമ്മേനെ വല്യമ്മച്ചീന്ന് വിളിക്കാനാണ് അച്ഛൻ പഠിപ്പിച്ചിരുന്നത്. അതാണ് കഥ കേട്ടോ. അപ്പം മിനിമലിസമൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു. ഈ മിനിമലിസത്തിൻ്റെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു വല്യമ്മച്ചി. എല്ലാം കറക്റ്റായിട്ട് ചെയ്യാനറിയാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, എള്ളൊക്കെ ആട്ടിക്കൊണ്ടുവന്ന് വെക്കും. അതിൽ മിച്ചം മീതിയുള്ളത് വീട്ടിലേക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് വിളക്കിലേക്ക് അന്ന് അതൊക്കെ ഒഴിക്കുക. എണ്ണ വിൽക്കും, വെളിച്ചെണ്ണ വീട്ടിലുണ്ടാക്കും, അതിലും ബാക്കിയുള്ളത് വിൽക്കും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. മാവ്, മാമ്പഴം ഇതൊക്കെ ഉണക്കി സൂക്ഷിക്കും. ഇതൊക്കെ ഓരോരുത്തരും മിനിമലിസത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇപ്പോഴും ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്നവർ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ അല്ലേ. സോ ഞാൻ പിന്നീട് വരാം. ആകെ നനഞ്ഞു കുളിച്ചു. എനിവേ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഇമോഷണൽ ഡ്രാമയൊക്കെ ഉണ്ടാവും അല്ലേ ലൈഫിൽ. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ജീവിതം അങ്ങനെയാണ്, അത് തന്നെ.